കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിലും മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് മുൻ എസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മാമ്പാടാണ്. ലൈംഗിക പീഡന ആരോപണ കേസ് റിമാൻഡിലാണ് ഫിലിപ്പ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയും മാനുഷ്യമൂല്യങ്ങളെക്കുറിച്ച് നിരന്തരം പ്രസംഗിക്കുകയും ചെയ്തൊരു വ്യക്തിയുടെ പേരിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നു എന്ന് ഫിലിപ്പിന്റെ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കുടുംബം ഫിലിപ്പിനെ ജാമ്യത്തിൽ എടുക്കാനുള്ള ശ്രമത്തിലാണ്. കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഫിലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ഇയാൾ അകൽച്ചയിലാണെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റായ പ്രചരണങ്ങൾ മാത്രമാണെന്നും താനും മകളും ചേർന്നാണ് കേസ് നടത്തുന്നതെന്നും വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഭാര്യ ഡോളി തന്നെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുമ്പ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ കപ്പിളായി പങ്കെടുത്തപ്പോൾ ഫിലിപ്പിനെക്കുറിച്ച് ഭാര്യ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വൈറലാകുന്നതും. ഇരുവരുടെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രാർത്ഥിച്ച് കിട്ടിയ പങ്കാളി എന്നാണ് ഫിലിപ്പിനെ കുറിച്ച് ഡോളി അന്ന് വിശേഷിപ്പിച്ചത്. പോലീസുകാരൻ എന്ന നിലയിൽ ഫിലിപ്പച്ചായൻ കൺ കണ്ടൊരു ഗുണം, പോലീസുകാരൻ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തും. ഏത് പാതിരാത്രിയാണെങ്കിലും ഏത് പൊരുവേലയാണെങ്കിലും പോലീസുകാരൻ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യും. ട്രാഫിക് ഡ്യൂട്ടിനും അല്ലാതെ ഏൽപ്പിക്കുന്ന ഓവർ ഡ്യൂട്ടിനും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം വിളി വന്നാലും ഡ്യൂട്ടിക്ക് തയ്യാറായി പോകും. ആളില്ലാതെ വരുമ്പോഴൊക്കെ അത്തരം വിളികൾ വരുന്നത്. ഹെലി ഹെവി ഡെഡിക്കേറ്റഡ് ആയ ഉദ്യോഗസ്ഥനാണ്. എന്നെ പെണ്ണ് കാണാൻ ഒരുപാട് ചെക്കന്മാർ വന്നിരുന്നു. അങ്ങനെ വന്നവരിൽ ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം മീശ പോലും മുളയ്ക്കാത്ത പയ്യന്മാരായിരുന്നു. പക്വത തോന്നിയിരുന്നില്ല. അന്ന് ഫിലിപ്പച്ചായന് എന്തിനേക്കാൾ കട്ടിയുള്ള മീശയായിരുന്നു. വെളുത്ത ആൾക്കാളേക്കാൾ എനിക്ക് കറുപ്പനോടായിരുന്നു ചെറുപ്പം മുതലേ ഇഷ്ടം. വിവാഹത്തിന് മുമ്പ് പെണ്ണ് കാണാൻ നടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, എനിക്കൊരു കറുത്ത ചെക്കനെ മതിയെന്ന്. കാരണം കറുപ്പിലും ഉണ്ടല്ലോ സൗന്ദര്യം. വരുന്ന ചെക്കന്മാരെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അമ്മ അപ്പോഴും കരയുമായിരുന്നു. വിവാഹത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അമ്മ കരുതിയത്. അങ്ങനെ ഒരു രാത്രി അമ്മയുടെ കരച്ചിൽ കണ്ട് ഞാനും കരഞ്ഞുപോയി. ദൈവമേ, എനിക്കിഷ്ടപ്പെടുന്ന ഒരു ചെറുക്കനെ കൊണ്ട് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതേ പിറ്റേ ദിവസം ഫിലിപ്പച്ചായൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്. അച്ചായനെ കണ്ട ശേഷം കറുത്തിട്ടാണ് ചെറുക്കനെന്ന് എൻ്റെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു. പക്ഷേ എനിക്കത് പ്രശ്നമായിരുന്നില്ല. കാരണം മുഖം കറുപ്പ് കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന ആളാണ് ഫിലിപ്പച്ചായൻ്റെ പിറകുവശം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ചായയുമായി ചെന്നപ്പോൾ ട്രിപ്പിൾ ടോപ്പിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഫിലിപ്പച്ചായൻ നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. കാണുമ്പോഴുള്ള ജീവിതമായിരിക്കില്ല വിവാഹശേഷവും. എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഫിലിപ്പച്ചായനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾ എന്നിലുമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും കാരണം ഒത്തിരി വേദനയുണ്ടായിട്ടുണ്ട്. അത് നിരാശ തോന്നിയ നിമിഷങ്ങളായിരുന്നു എന്നാണ് ഡോളി പറഞ്ഞത്.